ഇന്നത്തെ ഒരു വീഡിയോ ഇസ്ദുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇസ്ദുവിനെയും കൊണ്ടുള്ള ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് അവനിങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ ഉള്ളത്. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരു ബേബീനെയും കൊണ്ട് പോകുന്നത് അത്ര എളുപ്പമല്ലല്ലോ. അപ്പം അതെനിക്കൊരു ചെറിയ വ്ളോഗായിട്ട് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് അത്തേക്ക് ബോർഡിംഗ് പാസ് എടുക്കുന്ന ഏരിയയിലോട്ട് പോയി. അപ്പോൾ ബാഗ് ചെക്ക് ചെയ്ത ടൈമിൽ എൻ്റെ ക്യാബിൻ ബാഗും കൂടി അവർ ലഗേജിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ആദ്യമൊക്കെ കുറച്ച് നേരമൊക്കെ ഇസ്ദു നല്ല കുട്ടിയായിട്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അലുമ്പ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ടാവണം അവർ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും എൻ്റെ ക്യാബിൻ ബാഗും കൂടെ ലഗേജിലിട്ടത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി വെച്ചത്. പിന്നെ ഞാനൊരു ചെറിയൊരു ഹാൻഡ് ബാഗും കൂടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഡയപ്പറും ചെറിയ ജാക്കറ്റും അങ്ങനെ ഫുഡും ഒക്കെ വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പം ഈ ഒരു സ്ട്രോളർ എനിക്ക് ഭയങ്കര യൂസായിട്ടുണ്ട്. പക്ഷേ എവിടെയും വണ്ടി അവൻ്റെ സ്ട്രോളർ നിർത്താൻ പാടില്ല. എപ്പോഴും വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ് നമ്പർ വന്നിട്ട് 4 ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്കും ഇസ്ദുവിന് അവിടെ എല്ലാം കിടന്ന് ഓട്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു പ്ലേ ഏരിയ കണ്ടിട്ട് അവനെയും കൊണ്ട് അങ്ങോട്ട് വന്നു. എന്നാലും അവന് അവിടെ നിന്ന് കളിക്കണ്ട, അവന് എപ്പോഴും അത് ഓപ്പണായി കിടക്കുന്നുണ്ട്. പുറത്തിറങ്ങാനായിരുന്നു. എനിക്കും ഇസ്ദുവിനും നല്ല ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ ഒരു 2 മണിക്കൂറോളം AC-യിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൂക്കും ഒക്കെ എന്തോ പോലെ ആയി. അങ്ങനെ ഞാനൊരു നല്ല ചൂട് കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനും ഇസ്ദുവിനെയും കൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഈ ഒരു സ്ട്രോളർ ക്യാബിൻ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ക്യാബിൽ വെക്കാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നു. കുറച്ച് നേരമൊക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്ദു ഭയങ്കര അലുമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കി എടുത്തുകൊണ്ട് കൈ കൊടുത്തൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി. നമ്മൾ അടുത്തിരിക്കുന്നവരെയും കൂടെ നോക്കണമല്ലോ. അടുത്തിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ. അങ്ങനെ കുക്കി കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് നേരം അടങ്ങിയിരുന്നു. ഫ്ലൈറ്റ് 1 AM ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പം ഒരു അരമണിക്കൂറിന് മുന്നേ നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റുമല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നപ്പോഴത്തേക്കും ഇസ്ദു കുറച്ച് അലുമ്പ് കാണിച്ച് തുടങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ, ടോയ്സും കുറച്ച് ബുക്സും പിന്നെ ഫോണിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അവന് കുറച്ച് ഭയങ്കര കരച്ചിലും അലുമ്പൊക്കെ ആണെങ്കിൽ കാണിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം ഇരുത്തി. ബോബോ ഇവിടെ, അതാണ് ബോബോ. ബോബോ. ക്യാറ്റ് എവിടെ? ക്യാറ്റ്. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ മൂവ് ചെയ്യുന്ന ഒരു ഇതിൽ എക്സൈറ്റ്മെൻറ്റിൽ ഇസ്ദു ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. മോൻ്റെ ചെവി അടയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇയർ ക്യാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇരുത്തി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്നെ അങ്ങ് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ലാൻഡിങ് സമയത്താണ് ഇസ്ദു ഉണർന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഉണരുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ഫോണിൽ കുറച്ച് ഗെയിംസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കളിക്കുന്നൊരു ഗെയിമുണ്ട്. അപ്പോൾ അത് കളിച്ചുകൊണ്ട് കുറച്ച് മൂവീസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു.
അങ്ങനെ ഒരു 4-4.5 മണിക്കൂർ ഞാൻ അങ്ങനെ തള്ളി നീക്കി. അത് കഴിഞ്ഞിട്ട് ലാൻഡിങ് ടൈം ആയപ്പോഴത്തേക്കും എസ്തു ഉണർന്നു. അപ്പോഴും നല്ല കരച്ചിലായിരുന്നു. പിന്നെ അവിടെ എത്തി നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ബാഗ് കിട്ടാൻ കുറച്ച് ലേറ്റായി, കുറച്ചല്ല ഒരുപാട് ലേറ്റായി. ആദ്യമായി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ബാഗ് വന്നിട്ടില്ല. പിന്നെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ബാഗ് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ലഗേജ് വന്നു. പിന്നെ എൻ്റെ ക്യാബിൻ ബാഗും കൂടെ ലഗേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വരാൻ കുറച്ച് ലേറ്റായി. ഏറ്റവും ലാസ്റ്റാണ് അത് വന്നത്. എസ്തു അപ്പോഴത്തേക്കും ഭയങ്കര നിർബന്ധം കാണിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടി. അങ്ങനെ ഞാൻ വീണ്ടും ഒരു കുക്കി എടുത്ത് കൈ കൊടുത്തു. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ എൻ്റെ ബാഗ് വന്നു. അങ്ങനെ ബാഗെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ വെളിയിൽ പോയി. വെളിയിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. ക്യാമറ എടുത്തപ്പോഴത്തേക്കും അവർ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ക്ലിപ്പാണത്. പിന്നെ റൂമിൽ വന്ന പാടെ നമ്മൾ പെട്ടി പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ബീഫും ചിക്കനും മാങ്ങയും മീനച്ചാറും ഒക്കെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു.